അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ആൽക്കെമിസ്റ്റ് എന്ന വിഖ്യാത നോവലിന് ശേഷം പൗലോ കൊയ്ലോ സ്വന്തം ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ള വാൽക്കേരീസ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിക്കൽ പുസ്തകത്തെ പറ്റിയാണ്. ആത്മീയതയും മാജിക്കും ഒത്തുചേരുന്ന ഈ നോവൽ മനുഷ്യ സ്വന്തം ഭൂതകാലത്തെയും ഭയങ്ങളെയും എങ്ങനെ നേരിടുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തന്റെ കാവൽ മാലാഖയെ നേരിട്ട് കാണുക, അവരോട് സംസാരിക്കുക എന്ന ലക്ഷ്യവുമായാണ് പൗലോയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ക്രിസും അമേരിക്കയിലെ മൊഹാവെ മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇതൊരു വിചിത്രമായ ആഗ്രഹമാണെങ്കിലും അത് സാക്ഷാത്കരിക്കാനായിട്ട് പൗലോ വലിയ വെല്ലുവിളികളാണ് ഏറ്റെടുക്കുന്നത്. ഈ ഒരു യാത്രയിൽ അവർ ജീൻ എന്ന പേരുള്ള ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നുണ്ട്. ജീൻ തന്റെ മാലാഖയെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ ചില ആത്മീയ വിലക്കുകൾ കാരണം പൗലോയെ സ്വന്തം മാലാഖയിൽ എത്തിക്കാൻ ജീനിന് കഴിയുന്നില്ല. എന്നിരുന്നാലും അവൻ പൗലോയുടെ ഭാര്യയായിട്ടുള്ള ക്രിസിനെ പ്രചോദിപ്പിക്കുകയും അവളുടെ സെക്കൻഡ് മൈൻഡിനെ കേന്ദ്രീകരിക്കാനും ചുറ്റുപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുവഴി ഏകാഗ്രത ലഭിക്കുകയും പൗലോ ഇതിനൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആത്മീയ പാതയുടെ രഹസ്യങ്ങൾ പഠിക്കാനും കഴിയുന്നു. അങ്ങനെ ക്രിസ് തന്റെ കാവൽ മാലാഖയോട് സംസാരിക്കാൻ തുടങ്ങാണ്. പൗലോയെ പഠിപ്പിക്കാൻ വിദ്യ അദ്ദേഹത്തെ അനുവദിക്കാത്തതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗത്തിലൂടെ കാവൽ മാലാഖയെ കണ്ടെത്താൻ ജീൻ ആവശ്യപ്പെടുകയാണ്.